കസ്റ്റഡിയിലുള്ള യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷഹീൻ ഷായുടെ മുടി മുറിച്ച് ജയിൽ അധികൃതർ. തൃശൂർ ജില്ലാ ജയിലിൽ അധികൃതരാണ് മുടി മുറിച്ചു മാറ്റിയത്. കഴിഞ്ഞ ദിവസമാണ് മണവാളൻ യൂട്യൂബ് ചാനലിന്റെ ഉടമ മുഹമ്മദ് ഷഹീൻ ഷായെ അറസ്റ്റ് ചെയ്യുന്നത്. 2024 ഏപ്രിൽ ആണെന്ന് തോന്നുന്നു. കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ വണ്ടി ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസിലാണ് മണവാളനെ അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഇത്രയും നാൾ ഒളിവിലായിരുന്നു. 2025 ജനുവരി മാസമാണിത്. ഇത്രയും നാളും അദ്ദേഹം ഒളിവിലായിരുന്നു. അവസാനം അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യും. വാഹനം ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷഹീർ ഷായുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുടകിൽ നിന്ന് ഇയാളെ പിടികൂടിയത്. പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്നു. അപ്പം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുന്നു. ഒക്കെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജയിലിൻ്റെ മുൻപ് വെച്ച് റീൽസ് എടുക്കുന്നത് നമ്മൾ കണ്ടു. വളരെ സന്തോഷവാനായി കൂട്ടുകാരോടൊപ്പം വളരെ ചിരിച്ച് കളിച്ച് നിൽക്കുന്ന മണവാളനെയാണ് നമ്മൾ കണ്ടത്. അതിൽ പലരും വിമർശനമൊക്കെ ഉന്നയിച്ചുകൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ജയിലിന് മുന്നിലും റീൽസ് ചിത്രീകരണവുമായി മണവാളൻ യൂട്യൂബ് ചാനൽ ഉടമ മുഹമ്മദ് ഷഹീൻ ഷാ വിദ്യാർത്ഥികളെ കാറിൽ പിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ റിമാൻഡിലായ ഇയാളെ ജയിലിന് മുന്നിൽ എത്തിച്ചപ്പോഴായിരുന്നു സുഹൃത്തുക്കളെ കൊണ്ട് റീൽസ് ചിത്രീകരിച്ചത്. ഇതിനെതിരെ പലരും വിമർശനമായിട്ട് വന്നിട്ടുണ്ടെന്ന്. അവ വളരെ സന്തോഷവാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശനം ഉന്നയിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊന്നും പാടില്ല. അവൻ കേസിൽ പിടിച്ചു ജയിലിൽ പോയി കഴിഞ്ഞാൽ കരഞ്ഞുകൂവി അല്ലെങ്കിൽ മുഖം വളരെയധികം വക്രീടിച്ചു പോകണം എന്നൊക്കെ പറയുന്നത് ഒരു നാട്ടുകടപ്പ് പോലാണ് ആൾക്കാർ പറയുന്നത്. എന്താ ചിരിച്ചുകൊണ്ട് പോയാൽ? എനിക്ക് അന്നേരം തോന്നി ചിരിച്ച് കളിച്ച് സന്തോഷമായിട്ട് നിൽക്കുന്നത് ഏറ്റവും നല്ലതല്ലേ. അപ്പം മണവാളിനെ സംബന്ധിച്ച് ജയിലിൽ പോയപ്പോഴും ചിരിച്ച് കളിച്ച് സന്തോഷമായിട്ട് റീൽസും ഒക്കെ ചെയ്ത് ആണ് പോയത്. അത് തന്നെ ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതിനെതിരെ ഞാൻ പറഞ്ഞിട്ട് വിമർശനമൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ വന്നു. ജയിലിൽ ഇറച്ചി കിട്ടും, ആഹാരം കിട്ടും, അതിൻ്റെ അഹങ്കാരമാണ്, എല്ലിനിടയിൽ കയറിയതാണെന്നൊക്കെ വിമർശനങ്ങളുമൊക്കെ ആയിട്ട് വന്നു. അപ്പോഴും ഞാൻ ആലോചിച്ചത് ഇങ്ങനെയാണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആർക്കാ എപ്പോഴാണ് ജയിലിൽ പോകേണ്ട സാഹചര്യം ഒത്തു വരുന്നതെന്നും അറിയാൻ പറ്റത്തില്ല അല്ലേ. ആർക്ക് ഏത് നിമിഷം സംഭവിക്കാം. കാരണം മനുഷ്യനിപ്പം പൊതുവേ എന്ന് പറഞ്ഞാൽ ഈ മുൻകോപത്തിൻ്റെ അടിമകളാണ്. ക്ഷമ വളരെ കുറവാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആകാം, കാലാവസ്ഥയുടെ ആകാം, എന്തുകൊണ്ടും ക്ഷമ വളരെ കുറവാണ്. അപ്പോൾ ഏത് മനുഷ്യനെ ഏത് സമയത്തും എന്ത് സംഭവിക്കാം. അപ്പോൾ ആ മനുഷ്യൻ ജയിലിൽ പിടിച്ചിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് റിമാൻഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കുറ്റക്കാരനൊന്നും ആയതായിട്ട് കോടതി വിധിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആ കേസിൽ അവൻ സന്തോഷവാനായിട്ട് അകത്ത് കയറിയുന്നതിൽ നമുക്കെന്താ കുഴപ്പമില്ലേ? സന്തോഷമല്ലേ എപ്പോഴും വേണ്ടേ? എപ്പോഴും ഏത് കാര്യത്തിലും ഏത് പ്രതിസന്ധിയിലും പുഞ്ചിരിച്ചുകൊണ്ട് നേരിടുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത്യാവശ്യം വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ എനിക്ക് അതിൻ്റെ വീഡിയോ കണ്ടപ്പം അതിൻ്റെ വിമർശനങ്ങളെ പുച്ഛിച്ച് തള്ളാനാണ് എനിക്ക് തോന്നിയത്. കാരണം മണവാളിനെ എനിക്ക് പുച്ഛിക്കാൻ തോന്നിയില്ല. ഏതായാലും ഇന്ന് ഒരു വാർത്ത വരുന്നു. മണവാളിൻ്റെ ആ മുടി ഒരു പ്രത്യേകതയായിരുന്നു. മണവാളിൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് അദ്ദേഹത്തിൻ്റെ മുടി പ്രത്യേക സ്റ്റൈലിൽ കെട്ടി ഒതുക്കി മുകളിലോട്ട് ഒരു കിരീടം പോലെ ഇരിക്കുന്ന ആ മുടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ആ മുടി ജയിലിൽ വെച്ച് ജയിലധികൃതർ വെട്ടിക്കളഞ്ഞു. അത് കണ്ട് വല്ലാത്ത അവസ്ഥയിലായി യൂട്യൂബർ മണവാളൻ യൂട്യൂബ് ചാനൽ മുഹമ്മദ് ആകപ്പാടെ വല്ലാത്ത മാനസിക അസ്വസ്ഥത പ്രകടിപ്പിച്ചു എന്നാണ് ഇപ്പം വാർത്തകൾ വരുന്നത്. കാരണം ജയിലിൽ വെച്ച് ജുഡീഷ്യൽ കസ്റ്റഡിയുള്ള പ്രതിയുടെ മുടി മുറിക്കാൻ ഇവർക്ക് അധികാരമുണ്ടോ എന്നുള്ളൊരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നു. കാരണം ശരീരം വൃത്തിയാക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഉദ്ദേശം. ശരീരം ശുചിയായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നിർദ്ദേശം. അതിനിടയ്ക്ക് ഇതിനകത്ത് മുടിയും വിടുമോ? മുടി എന്തുകൊണ്ട് വെട്ടി? ഒരു റിമാൻഡ് പ്രതിയെ സംബന്ധിച്ച് അവരുടെ മുടി വെട്ടാൻ, ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ഒരു പ്രതിയുടെ മുടി വെട്ടാൻ ഈ ജയിലധികൃതർക്ക് അധികാരമുണ്ടോ എന്നൊക്കെയുള്ളൊരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നുണ്ട്. ഏതായാലും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ മാനസികാസ്വസ്ഥം ബാധിച്ച നമ്മുടെ മണവാളനെ തൃശ്ശൂരിൽ തന്നെയുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിച്ചു എന്നും വാർത്തകൾ വരുന്നുണ്ട്. നമുക്ക് ആ വാർത്തയൊന്ന് കേട്ടു.
കസ്റ്റഡിയിലുള്ള യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷഹീൻ ഷായുടെ മുടി മുറിച്ച് ജയിൽ അധികൃതർ. തൃശൂർ ജില്ലാ ജയിലിൽ അധികൃതരാണ് മുടി മുറിച്ചു മാറ്റിയത്. മുടി മുറിച്ചതിനെ തുടർന്ന് മണവാളന് മാനസികാസ്വാസ്ഥ്യം ഉണ്ടായെന്നാണ് വിവരം. കുട്ടികളെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് മുഹമ്മദ് ഷഹീൻ ഷാ അറസ്റ്റിലായത്. സൂരജ് സജി ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. സൂരജ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്നലെയാണ് യൂട്യൂബർ മണവാളന്റെ മുടി ജയിലധികൃതർ മുറിച്ചു മാറ്റിയതെന്നുള്ളതാണ് പറയുന്നത്. 2 വിദ്യാർത്ഥികളെ ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കഴിഞ്ഞ ദിവസം യൂട്യൂബർ മണവാളനെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ ജയിലിലായിരുന്നു മണവാളനെ കൊണ്ടുവന്നത്. അതിനിടയിലാണ് ഇന്നലെ ജയിലധികൃതർ ഇടപെട്ടുകൊണ്ട് മണവാളന്റെ മുടി മുറിച്ചു മാറ്റിയത്. ഇതിനുശേഷം ഈ മാനസികാരോഗ്യ നിലയിൽ തന്നെ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. മുടി മുറിച്ചു മാറ്റിയതോടെ തന്റെ രൂപം പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന മനോവിഷമപ്പെടുകയും പിന്നീട് ഈ മനോനില തെറ്റിയതിനെ തുടർന്ന് ഈ മണവാളൻ എന്ന യൂട്യൂബറെ തൃശ്ശൂരിലെ തന്നെ സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയുമായിരുന്നു. ഇതിൽ ചട്ടവിരുദ്ധ നിലപാടാണ് ഈ ജയിലധികൃതർ സ്വീകരിച്ചതെന്നുള്ളതാണ് പറയുന്നത്. അതായത് ജയിൽ തടവുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ റിമാൻഡ് തടവുകാരെ എല്ലാം സംബന്ധിച്ച് ശരീരശുദ്ധി വേണം എന്നതാണ് ജയിൽ ചട്ടങ്ങളിൽ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഈ മുടി മുറിച്ചു മാറ്റണം എന്നൊരു ചട്ടമില്ല. അതുകൊണ്ട് തന്നെ ആ ചട്ടം മറികടന്നാണ് ഇപ്പോൾ ഈ മുടി മുറിച്ചു മാറ്റിയതെന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു നിലവിൽ ഈ മണവാളൻ എന്ന യൂട്യൂബർ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഈ മുടി മുറിച്ചു മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്, അപ്പം ജയിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ ഒരു നടപടിക്രമമാണ് ഇപ്പം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പം അതുമായിട്ടുള്ള അന്വേഷണത്തിൽ ചിലവർക്ക് ഈ യൂട്യൂബർ മണവാളിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ മുടിയൊക്കെ ഭയങ്കര ജീവിതത്തിൻ്റെ ഐഡൻറ്റിറ്റി ഇരിക്കുന്ന അവരുടെ മുടിയിലാണെന്ന് ഒരു കാഴ്ചപ്പാടുള്ളതായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ രൂപം, പ്രത്യേകിച്ച് യൂട്യൂബ് നടത്തുന്ന അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലായിരിക്കും അവർ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ മുടിയൊക്കെ എന്ന് പറഞ്ഞാൽ അവർ വളരെ പ്രത്യേകതയായിട്ട് കാണുന്നതാണ്. ആ പ്രത്യേകത ഇപ്പോൾ ഒരു കുറ്റവാളിയായിട്ട് ശിക്ഷ കൊടുത്ത് ജയിലിലിട്ടതല്ല, അല്ലേ? റിമാൻഡ് പ്രതിയാണ്. അപ്പം കുറച്ച് റിമാൻഡ് കാലാവധി അല്ലെങ്കിൽ ജാമ്യം കൊടുത്ത് പുറത്തിറങ്ങാം. അപ്പം മുടിയൊന്നുമില്ലാതെ അവൻ പുറത്ത് കഴിഞ്ഞാൽ അവൻ്റെ ഒരു വല്ലാത്തൊരവസ്ഥയിലായി കാണും. പ്രത്യേകിച്ച് മുടി അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാകാം മണവാളൻ. അപ്പം അവൻ്റെ പ്രൈവസി കയറിയാണ് ഇപ്പം ജയിലധികൃതർ കളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ അന്വേഷണം, ശക്തമായ നടപടി, പ്രത്യേകിച്ച് ഈ ഇങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടായി, മാനസിക അസ്വസ്ഥത ഉണ്ടായില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ വിഷയമാകാതെ പോയേനെ. പക്ഷേ ഇതും കൂടെ ഉണ്ടായി, അത് വാർത്തയായി, ഇന്നലെ നടന്ന സംഭവം ഇന്ന് പുറത്തു വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പം അതിൻ്റെ പ്രാധാന്യത്തോടെ തന്നെ ഗവൺമെൻറ് കാണും, അതിനെതിരെ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം മണവാളൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഉടമ, ഞാൻ പറഞ്ഞില്ലേ, ഏപ്രിൽ 2024 ഏപ്രിലാണ് ഈ സംഭവം നടക്കുന്നത്. 2 വിദ്യാർത്ഥികളെ വണ്ടി ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് കേസ്. അപ്പം അതിനെതിരെ പലരും പല രീതിയിൽ മണവാളിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ടൊക്കെ വന്നായിരുന്നു. ഇപ്പം കാതലായ ഒരു പ്രശ്നം, മണവാളിനോട് ഇപ്പോൾ ഒരു സഹതാപം തോന്നി തുടങ്ങി ജനങ്ങൾക്ക് എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഓരോ രീതിയിലേക്ക് മാറും. എനിക്ക് തോന്നുന്നു പോലീസുകാരെ സംബന്ധിച്ച് റീൽസും ഒക്കെ എടുത്ത് ആ രംഗങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം അവരെ സംബന്ധിച്ച് ഇവൻ ഇത്രമേൽ അഹങ്കാരിയാടാൻ പാടില്ല, ജയിലിൽ പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് എന്തുകൊണ്ട് പോയി, കരഞ്ഞുകൊണ്ടല്ലേ പോകട്ടെ എന്നൊക്കെ ഒരു നാട്ടുനടപ്പാണ് ഇവരുടെ മനസ്സിൽ തോന്നി കാണും. അപ്പോൾ അവൻ അങ്ങനെ വിളയണ്ട, അവൻ്റെ മുടിയങ്ങ് മുറിച്ച് കളയാം. അല്ലെങ്കിൽ ചിലവർക്ക് ഈ പുതിയ തലമുറയിലെ കുട്ടികളെ കാണുമ്പോൾ ചിലവർക്കൊരു ചെറിയ ഏനക്കേടുണ്ടാകും, അത് സർവ്വസാധാരണയാണ്. പിന്നെ ചിലവർക്കൊരു തോന്നലുണ്ട്, അസൂയ മൂത്തുണ്ടാകും. കാരണം ഇവൻ്റെ മുടി ഇങ്ങനെ ഇരിക്കുന്നത്, എൻ്റെ മുടി എനിക്ക് വളർത്താൻ പറ്റുന്നില്ല, അങ്ങനെ മുറിച്ച് കളയല്ലേ. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലാണ് ഇത് സംഭവിച്ചത് എന്നുള്ളത് അന്വേഷണത്തിലൂടെ മാത്രമേ കഴിയത്തുള്ളൂ. മണവാളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് വാർത്തകൾ വരുന്നത്. അപ്പം മണവാളൻ ഒരു ഹീറോ ആയി മാറി എന്ന് തോന്നുന്നു. അതല്ലേ, ഇങ്ങനെയൊക്കെയല്ലേ മനുഷ്യന് ഹീറോ ആയി മാറുന്നല്ലേ. മണവാളൻ യൂട്യൂബ് ചാനൽ അറിയാത്തവർ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം സബ്സ്ക്രൈബിൻ്റെ എണ്ണം കൂടി കാണും. കാരണം ഈ ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ വരുമ്പോഴേ ഇവരുടെയൊക്കെ ചാനലിൻ്റെ അവസ്ഥ വളരെയധികം ഹൈപ്പിലങ്ങ് കൂടും. കാരണം ചാനൽ കാണാനും മണവാളനെ പറ്റി അടുത്തറിയാനും ഒക്കെ ആൾക്കാരിങ്ങനെ തയ്യാറാവും. അതാണ് ഈ വാർത്തകളിലൂടെ, ഈ കേസാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും വാർത്തകൾ കിട്ടിക്കഴിഞ്ഞാൽ ഹൈപ്പ് കൂടും.
അത് ഇപ്പം പലരും പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് വാർത്താ പ്രാധാന്യം നേടാൻ വേണ്ടി. അപ്പോൾ ഇനി നമ്മൾ എന്തൊക്കെ കാണേണ്ടി വരും അല്ലേ? അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.